ഇന്ന് EN സുരേഷ് ബാബു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അതിൻ്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വന്നപ്പോൾ അതേക്കുറിച്ച് എന്താണ് CPM ജില്ലാ സെക്രട്ടറി പറയാനുള്ളതെന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വന്ന അവസാനം ഈ എന്താണ് പറയുക, ഈ ഗോസിപ്പുകൾ, കുളിക്കട വർത്താനങ്ങളൊക്കെ പറയുന്ന അതേ ടോണിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ ഇത് മാത്രമല്ല, ഷാഫിക്കെതിരെ പറഞ്ഞത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി പറഞ്ഞു. അത് ആരും അത്ര ശ്രദ്ധിച്ചിട്ടുള്ള വാർത്തയായിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഇത് എത്രയോ നാളുകളായിട്ട് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എപ്പോഴാണ് ഇത് പ്രശ്നമായത്, സതീശൻ എപ്പോഴാണ് നടപടിയെടുക്കുന്നത്, കൊത്തി മുറത്തേക്ക് കയറി കുത്തിയപ്പോൾ. അതിൻ്റെ ദുസൂചന എന്താണ്, അതിനെങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം? അപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞു പോവാണ്. അവസാനം അതിൽ പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് അത് തിരുത്തി പറയുന്നത്. ആ സംസാരത്തിൽ പെട്ടു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സമാനമായ ആരോപണം ഒരു തെളിവുമില്ലാതെ ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിക്കുന്നതാണ് മറ്റൊരു പ്രശ്നം. എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ എന്നുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലല്ല യഥാർത്ഥത്തിൽ CPMൻ്റെ ലക്ഷ്യം, അത് ഷാഫി പറമ്പിലാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം മുമ്പ് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കഴിവുള്ളൊരു നേതാവാണ് ഷാഫി പറമ്പിൽ. അത് അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയിട്ടാലും അദ്ദേഹം ഇലക്ഷൻ വിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇലക്ഷൻ വിൻ ചെയ്യുന്നത് മാത്രമല്ല, എവിടെ മത്സരിപ്പിച്ചാലും ജയിക്കും എന്ന് CPMന് ഉറപ്പുള്ള അവരുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറെയാണ് ഷാഫി തോൽപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ഷാഫിയാണ്, രാഹുലല്ല. രാഹുലിനെ വെച്ച് ഷാഫി അടിക്കുകയാണ് CPM ചെയ്യുന്നത്. ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലും വടകരയിലെ ഷാഫിയുടെ സാന്നിധ്യം CPM ഭയക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ആ മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അട്ടിമറി വിജയങ്ങൾ ലഭ്യമാക്കാൻ ഷാഫിക്ക് കഴിയും UDFന് വേണ്ടി എന്നുള്ളത് അവർ ഭയക്കുന്നുണ്ട്. മറ്റൊന്ന്, അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നാദാപുരം, കുറ്റ്യാടി, പിന്നെ തലശ്ശേരി, കൂത്തുപറമ്പ്, അങ്ങനെ ഒരുപാട് അസംബ്ലി സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ ഒരു പകുതിയെങ്കിലും ഷാഫിയുടെ പോപ്പുലാരിറ്റി കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും LDFനെ സംബന്ധിച്ച്. അപ്പോൾ ഷാഫി ആണ് യഥാർത്ഥ ടാർഗറ്റ്, അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല. ഇനി ഇത്തരം സംസാരങ്ങൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പോലും തെളിവുകളില്ല, അതിൽ ആരും പരാതിക്കാരില്ല, അങ്ങനെ ഒരു എയറിൽ നിൽക്കുന്നൊരു സാധനമാണ്. അത് ഇനി മറ്റ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കുമോ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. EN സുരേഷ് ബാബുവിൻ്റെ ആ സംസാരത്തെ CPM സംസ്ഥാന നേതൃത്വം പിന്തുണയ്ക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും, ആ കുറ്റകൃത്യങ്ങളെ ഈ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അവരതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായി കുറ്റകൃത്യം ചെയ്തു, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കളയാനുള്ള ആയുധമാക്കി മാറ്റുമ്പോൾ മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അല്ലാതെ ആ ഇരകളാക്കപ്പെട്ട സ്ത്രീകളോടുള്ള എമ്പതി അല്ല ഇവർ ഈ കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നയാളെ വിമർശിക്കുന്നതിൻ്റെ പിന്നിൽ. അപ്പോൾ കോൺഗ്രസ് എന്താ ഇന്ന്, നിങ്ങളും അങ്ങനെ ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്തില്ലേ, മുകേഷ് ഇപ്പോഴും MLA അല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നതിലൂടെ എന്താ ഉണ്ടാവുന്നത്? അത് അവരുടെ കുറ്റകൃത്യത്തിന് ഇരയായ സ്ത്രീകളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എമ്പതി അല്ല ഇവരുടെ പരസ്പര പ്രത്യാരോപണത്തിന് പിന്നിൽ. അവരിത് കേവലം എന്താണ്, മറ്റൊരു എതിരാളിയെ അടിക്കാനുള്ളൊരു രാഷ്ട്രീയ ആയുധം മാത്രമായിട്ടാണ് കാണുന്നത്. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും. ഇനി വേറൊരു കാര്യം, ഇപ്പോൾ EN സുരേഷ് ബാബു എന്നുള്ള ജില്ലാ സെക്രട്ടറിയാണ്. ഈ ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്ന ഭാഷ ഈ ഓൺലൈനിലെ സൈബർ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. അത് ഒരു വല്ലാത്ത നിലവാര തകർച്ചയാണ്. ആ നിലവാര തകർച്ചയെക്കുറിച്ച് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് തന്നെ CPMൻ്റെ സൈബർ വിഭാഗം വലിയ തോതിലുള്ള ആക്രമണം നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളതില്ലാത്തതുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും എല്ലാം ചെയ്തു. മറിച്ച് കോൺഗ്രസിൻ്റെ സൈബർ വിങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ വിങ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തൊരു ഓൺലൈൻ അനുഭവം എടുത്ത് പരിശോധിച്ചാൽ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുകയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും. പക്ഷേ കോൺഗ്രസ് സൈബർ വിഭാഗം പൊതുവെ ഈ കടന്നലുകൾ എന്ന വിശേഷണത്തിന് ആൾക്കാരായിരുന്നില്ല. അവരിങ്ങനെ കൂട്ടമായി ആക്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ അടുത്തിടയ്ക്ക് ശ്രദ്ധിച്ചു നോക്കുക, ഈ രാഹുൽ എപ്പിസോഡിന് ശേഷം ശ്രദ്ധിക്കുക, സൈബറിൽ ഇപ്പോൾ കടന്നലുകൾ എന്ന് വിളിക്കാൻ പറ്റുന്നത് കോൺഗ്രസിൻ്റെ അണികളാണ്. ഈ കടന്നലുകൾ എങ്ങനെയാണ് കോൺഗ്രസിൽ കടന്നുകൂടിയതെന്ന് കോൺഗ്രസ്സാണ് ആലോചിക്കേണ്ടത്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, K. സുധാകരന് വേണ്ടി വാദിച്ചുകൊണ്ട് ഓൺലൈനിൽ സജീവമായിരുന്ന കുറേയധികം ആളുണ്ട്. സുധാകരൻ ആർമി, ആ ആർമി ഒഴിഞ്ഞു പോയിട്ടില്ല. സുധാകരൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് പോയിട്ടും ഈ ആർമി ഇപ്പോഴും സജീവമാണ്. ഈ ആർമിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്കൊരു നേതാവ് വേണം, ആ നേതാവിന് ചുറ്റും കടന്നലുകളെ പോലെ കുറേ ആളുകൾ വേണം. അവർക്ക് ആക്രമിക്കണം, എതിരാളികളെ LDFനെ CPMനെ ആക്രമിക്കണം. അങ്ങനെ ആക്രമിക്കാൻ വേണ്ടി ഏത് നിലവരെയും പോവുക. അതായത് കണ്ണൂരിൽ എങ്ങനെയാണോ സുധാകരൻ CPMനെ എതിർത്തുകൊണ്ടിരുന്നത്, അതേ നിലവാരത്തിൽ സൈബർ രംഗത്ത് CPMനെ അടിക്കാൻ വേണ്ടി കുറേയധികം കോൺഗ്രസ് കടന്നലുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്.
അത് നമ്മൾ ഓരോ പേജ് പോയി എത്രമാത്രം വഷളായി. ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ അങ്ങനെയായിരുന്നില്ല. കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗത്തിൻ്റെ പോലും കൾച്ചർ അങ്ങനെയായിരുന്നില്ല. കോൺഗ്രസ്സിന് പോലും നിയന്ത്രിക്കാനാവാത്ത വിധം ഈ സൈബർ കടന്നുകൾ കോൺഗ്രസ്സിൽ വളർന്നിരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ അപകടം ഇപ്പോഴല്ല, എങ്ങാനും അബദ്ധത്തിൽ അടുത്ത തവണ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ എല്ലാ പ്രോസ്പെക്ട്സിനെയും എല്ലാ ഫ്യൂച്ചറിനെയും താറുമാറാക്കുന്ന വിധത്തിൽ അപകടകാരികളായി കടന്നുകൾ മാറുന്നുണ്ട്. അതിന് കാരണം ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ ആക്രമിക്കുന്നത് CPM-നെയാണ്. അവർ അധികാരത്തിൽ വന്നാൽ അവർ ആക്രമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും ആക്രമിക്കുക. അവരുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ, അവരുടെ വ്യക്തി താല്പര്യങ്ങൾ, അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരെ ആക്രമിക്കാനായി കടന്നലുകൾ രൂപാന്തരപ്പെടും. അവർക്ക് മ്യൂട്ടേഷൻ സംഭവിക്കും. അതിനു മുമ്പ് ഈ കടന്നലുകളെ നിയന്ത്രിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം. CPM-നെ സംബന്ധിച്ച് CPM ആ ആക്ഷേപം നേരത്തെ നേരിടുന്നുണ്ട്, ഈ സൈബർ കടന്നലുകളെ സംബന്ധിച്ച് ആക്ഷേപം. പക്ഷേ ഇപ്പോൾ ആ കടന്നലുകൾ കുറച്ച് ഒതുങ്ങിയുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരങ്ങനെ ആക്രമണോത്സുകരായിട്ട് സൈബർ രംഗത്തില്ല. പക്ഷേ അതിന് പകരം കോൺഗ്രസ്സാണ് അത് കൂടുതലായിട്ട് വരുന്നത്. ഇവിടെ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്കതായ കുറ്റകൃത്യം എന്ന വിഷയം, ആ വിഷയം രാഷ്ട്രീയ കക്ഷികൾക്ക് വോട്ട് നേടാനോ എതിരാളികളെ ആക്രമിക്കാനുള്ള വിഷയമല്ല. അത് സ്ത്രീകൾ നേരിടുന്ന വിഷയമാണ്, അവർ അനുഭവിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ അതിൻ്റെ മെറിറ്റിന് അടിസ്ഥാനമായിട്ടുള്ള നിലപാടാണ് രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കേണ്ടത്. അതിന് രാഷ്ട്രീയ ആയുധമാക്കുകയല്ല വേണ്ടത്.